ഗേൾസ്, വെൽക്കം ബാക്ക് ടു സാല ലേണിംഗ്. ഇറ്റ്സ് മീ ശ്രീഭാമ SB. എടാ മക്കളെ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോടാ? അടിപൊളിയായിട്ടിരിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ അടിപൊളിയായിട്ട് പഠിക്കാനും തുടങ്ങിയിട്ടുണ്ടെന്നൊക്കെ മിസ്സിന് അറിയാം. അപ്പൊ ഇന്ന് മിസ് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആകാൻ പോകുന്ന ഒരു വീഡിയോ ആയിട്ടാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു അടിപൊളി ചാപ്റ്റർ പഠിക്കാനുണ്ട് അല്ലേ. നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ആണ് ടുവേർഡ്സ് 100 ഫോൾഡ് ഫീൽഡ് അല്ലെങ്കിൽ വിളിക്കാം 100 മേനി എന്ന് പറയുന്ന ചാപ്റ്റർ. അതില് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നുന്ന ഒരു സാധനം ഉണ്ട് നിങ്ങൾക്ക്. എന്നാൽ അത് എന്തായാലും ക്വസ്റ്റ്യൻ ചോദിക്കുകയും ചെയ്യും. അങ്ങനെയുള്ള ഒരു സംഭവമാണ് ഞാൻ ഇന്ന് പഠിപ്പിക്കുന്നത്. അപ്പൊ ഭയങ്കര ട്രിക്കോട് കൂടിയിട്ട് നമുക്ക് പഠിക്കാം. കഷ്ടപ്പെട്ട് പഠിക്കേണ്ട, ഇഷ്ടപ്പെട്ട് പഠിക്കാം. അപ്പൊ നമുക്ക് നോക്കാം ഏതാണ് ടോപ്പിക്ക് നോക്കാം അല്ലേ. നമ്മുടെ ചുറ്റും നോക്കുമ്പോഴേ ഒരുപാട് സാധനങ്ങൾ ഇല്ലേടാ മക്കളെ, ഒരുപാട് സാധനങ്ങളല്ലേ. ഇന്നിപ്പോ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മുടെ വീട്ടിൽ തന്നെ പൂന്തോട്ടം ഉള്ളവരുണ്ടായിരിക്കാം, പൂന്തോട്ടം സ്വന്തമായിട്ട് ചെയ്യുന്നവരുണ്ടായിരിക്കാം, ഗാർഡനിങ് ഇഷ്ടമുള്ളവര്. അതേപോലെ ചിലർ മീനിനെ വളർത്തും അല്ലെ, ഗപ്പി, അതുപോലെ കുഞ്ഞു കുഞ്ഞായിട്ടുള്ള മീനുകളെ വളർത്തുന്നവരുണ്ട്, കോഴീനെ വളർത്തുന്നവരുണ്ട് ഇല്ലേ. ഇനിയിപ്പോ വേണ്ടാന്നുണ്ടെങ്കിൽ വേറെയും പറയുകയാണെങ്കിൽ തേനീച്ചകളെ വളർത്തുന്നവരുണ്ട്. അങ്ങനെ ഓരോരോ സാധനങ്ങൾ നമ്മൾ വളർത്താറുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെ വളർത്തുന്നതിന് നമ്മുടെ വീട്ടിൽ വളർത്തുന്നതിനല്ല, ഒരുപാട് നമ്മളിങ്ങനെ വളർത്തുകയാണെന്നുണ്ടെങ്കിൽ അത് ഫാമിംഗ് ഒക്കെ പോലെ ചെയ്യുകയാണെങ്കിൽ അതിന് ഓരോന്നിനും നമ്മൾ ഓരോരോ രീതിയിലാണ് പേര് വിളിക്കുക. അപ്പൊ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് അതാണ്. ഓരോരോ കൾച്ചറിനെ പറ്റി പഠിക്കാൻ പോവാണ്. ഏതൊക്കെയാണ് കൾച്ചേഴ്സ് എന്നുള്ളതാണ് നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പൊ ആദ്യം നമുക്ക് പൂവിനെ പിടിക്കാം. എല്ലാവർക്കും ഇഷ്ടമാണല്ലോ പൂവൊക്കെ, ഇഷ്ടം പോലെ പൂക്കൾ അല്ലേ. നമ്മുടെ ചുറ്റും നോക്കുമ്പോൾ നമ്മുടെ വീട്ടിലാ ഒരു പൂച്ചെടിയൊക്കെ വെച്ചിട്ട് അത് വളർന്ന ഒരു പൂ ഇടുക എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ് അല്ലേ. പ്രത്യേകിച്ച് ഈ പൂന്തോട്ടമൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ഹാപ്പിനെസ് ആണ് അല്ലേ. അപ്പൊ ഈ പൂന്തോട്ടങ്ങള് അല്ലെങ്കിൽ ഈ പൂക്കളെ വളർത്തുന്നതിനെ നമ്മൾ എന്ത് പേരാ വിളിക്കാന്നറിയോ? ഫ്ലോറികൾച്ചർ. സിമ്പിൾ അല്ലേ, ഫ്ലോറികൾച്ചർ. ഫ്ലവർ, ഫ്ലോറി, ഫ്ലോ. എന്ത് സുഖമായിട്ട് പഠിക്കാം. അപ്പൊ നിങ്ങൾക്ക് ഒരു ഡൗട്ട് അതിൽ വരില്ല. കാരണം ഫ്ലവർ എന്ന് ആലോചിക്കുക, ഫ്ലോറികൾച്ചർ എന്ന് ആലോചിക്കുക, ഫ്ലാഫ്ലോ എന്ന് എന്തെങ്കിലുമൊക്കെ പഠിച്ചു വെക്കുക. അപ്പൊ സിമ്പിൾ ആയിട്ട് നമുക്ക് ഫ്ലോറികൾച്ചർ ആണ് ഫ്ലവറുകൾ അല്ലെങ്കിൽ പൂക്കൾ വളർത്തുന്നതിൻ്റെ എന്നുള്ള നമ്മൾ പഠിച്ചു കഴിഞ്ഞു. എങ്കിൽ അടുത്ത നോക്കുക, തേനീച്ചകളില്ലേ, തേനീച്ചകൾ, ഹണി ബീസ്. അവരെ കണ്ടില്ലേ, നമ്മളിങ്ങനെ പൂവിലിങ്ങനെ വരുന്നു, തേൻ കുടിക്കുന്നു, പോകുന്നു അല്ലെ. അപ്പൊ ആ തേനീച്ചകൾ എന്ന് പറയുന്ന ആൾക്കാർ, ഈ തേനീച്ച വളർത്തുന്ന ഒരുപാട് ഫാമിംഗ് ഉണ്ട് അല്ലെ. അപ്പൊ അതിനെ വിളിക്കുന്ന പേരാണ് എപ്പികൾച്ചർ. എന്താണ്? എപ്പികൾച്ചർ. അപ്പോ നമുക്ക് എങ്ങനെ ആലോചിക്കാം? ഹണി ഭയങ്കര യമ്മി ആണെന്നൊക്കെ പറയുന്ന പോലെ ഹണി ഭയങ്കര എപ്പി ആണ് എന്ന് ആലോചിക്കാം. അപ്പൊ എപ്പികൾച്ചർ അല്ലെങ്കിൽ എപ്പികൾച്ചർ ഹണി, എപ്പിഹോ എന്ന് പഠിച്ചാൽ മതി, അതാ സിമ്പിള്. എപ്പിഹോ ഹോ 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 എന്ന് പഠിച്ചു വെച്ചോ. എന്താണ് എപ്പിഹോ ഹോ ഹോ ഹോ. അപ്പൊ എപ്പികൾച്ചർ പറയുമ്പോൾ ഹണീനെയാണെന്ന് ആലോചിക്കാം. അങ്ങനെ നിങ്ങൾക്ക് ഓർത്ത് വെക്കാം. ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ട്രിക്ക് വെച്ച് പഠിക്കാൻ ഇത് വഴിയുള്ളൂ. കാരണം കുറേ എണ്ണം പഠിക്കുമ്പോൾ ഏതിന്റെ കൾച്ചറാന്ന് പോലും നമ്മൾ മറന്നു പോകും. സോ അതുകൊണ്ട് ഓരോന്നും നിങ്ങൾ ട്രിക്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ സിമ്പിൾ ആയിട്ടോ പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം കേട്ടോ. അടുത്തത് മീനുകളെ വളർത്തുന്നതിനെ വിളിക്കുന്ന പേരാണ് പിസികൾച്ചർ. എന്താണ്? പിസികൾച്ചർ. അപ്പൊ ഫിഷിനെ വളർത്തുന്നതിന് നമുക്ക് പിസികൾച്ചർ എന്ന് പറയാ. അപ്പോ ഫിഷ് ഭയങ്കര ബിസി ആണെന്ന് ആലോചിക്കാം. ഫിഷ് ഭയങ്കര തിരക്കിലാണ്, ബിസി ആണെന്നുള്ളതിന് പകരം പിസി ആണെന്ന് ആലോചിക്കാം. നമ്മൾ പറയുമ്പോൾ പിസി എന്ന് ആലോചിക്കാം. അപ്പൊ ഫിഷ് എന്ന് പറഞ്ഞത് പിസികൾച്ചർ ആണെന്ന് നിങ്ങൾക്ക് ആലോചിച്ച് വെക്കാം. ഓക്കെ, മീൻ വളർത്തുന്നത് പിസികൾച്ചർ. ഇനി അടുത്തത്, മീൻ വളർത്തിയ പിന്നെ കോഴിക്ക് വിഷമാവില്ലേ. കോഴികളെ വളർത്തുന്നതിന് എന്താ മക്കളെ പറയാ? കോഴികളെ വളർത്തുന്നതിനാണ് നമ്മൾ പൗൾട്രി ഫാമിംഗ് എന്ന് പറയാ. ഇത് പൊതുവെ എനിക്ക് തോന്നുന്നു നമ്മൾ ഒരുപാട് യൂസ് ചെയ്യുന്നതാണ്. പോൾട്രി ഫാംസ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഓരോരോ ചിക്കനൊക്കെ വാങ്ങിക്കാൻ പോകുന്ന പലതിലും നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പൊ ഇത് എത്ര ബുദ്ധിമുട്ടായിട്ട് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ബാക്കി സാധനങ്ങളൊക്കെ ഓർത്തേക്കാളും ട്രിക്ക് മിസ് പറഞ്ഞതുകൊണ്ട് ഇത് കുറച്ച് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഓൾറെഡി നമ്മൾ കണ്ട് പരിചയമുള്ളതുകൊണ്ട് ഞാനത് കൂടുതലായിട്ട് പറയുന്നില്ല. അടുത്തത്, പട്ടുനൂൽ പുഴുവിന്റെ വളർത്തലുണ്ട്. പട്ടുനൂൽ പുഴുവിനെ വളർത്തുക, അതിന് പറയുന്ന പേരാണ് സെറികൾച്ചർ. അപ്പോ പട്ടുസെറി ശരി എന്ന് പറയാണ്. അപ്പൊ ശരി എന്ന് പറയുന്ന പോലെ നിങ്ങൾ ആലോചിക്കുക. അപ്പൊ പട്ടുനൂൽ പുഴുവിന്റെ സെറികൾച്ചർ. അങ്ങനെ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ സാധനങ്ങൾ അഗ്രികൾച്ചർ സെക്ടേഴ്സ് അല്ലെങ്കിൽ കാർഷിക രംഗങ്ങളാണ് മിസ് അവിടെ വെച്ചിട്ടുള്ളത്. ഇത് പരീക്ഷയ്ക്ക് എങ്ങനെയാ ചോദിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ടുള്ള രീതിയിൽ ഷഫിൾ ചെയ്തിട്ടാണ് വരിക. ആ ഷഫിൾ ചെയ്ത സാധനം നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുക, ഓർഡർ ആക്കാൻ വേണ്ടിയിട്ടാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അപ്പൊ നോക്കിക്കോ, പട്ടുനൂൽ പുഴുവിന് സെറികൾച്ചർ കണ്ടോ. പുഷ്പകൃഷി ആണെങ്കിൽ ഗ്രോയിങ് ഫ്ലവേഴ്സ് ആണെങ്കിൽ ഫ്ലോറികൾച്ചർ. ഇനിയിപ്പോ ഹണി ബീസിന്റെ റിയറിംഗ് ആണെങ്കിൽ എപ്പികൾച്ചർ. ആൻഡ് മുയലിനെ വളർത്തുന്നതിന് നമ്മൾ ക്യൂണികൾച്ചർ എന്ന് പറയാം. ഓക്കെ, ക്യൂണികൾച്ചർ. അപ്പോൾ മുയൽ ക്യൂ നിൽക്കുകയാണ് എന്ന് ആലോചിക്കാം. മുയൽ എവിടെയോ ക്യൂ നിൽക്കുകയാണ്. അപ്പം മുയല്, റാബിറ്റ്, ക്യൂണികൾച്ചർ. ഇനിയിപ്പോ കൂൺ കൃഷി ആണെങ്കിൽ മഷ്റൂം കൾച്ചർ. അത് നമുക്ക് അറിയാലോ, മഷ്റൂം തന്നെയാണല്ലോ കൂണിനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയുക. സോ സിമ്പിൾ, കൾട്ടിവേറ്റീവ് മഷ്റൂം ആണെങ്കിൽ മഷ്റൂം കൾച്ചർ ആണ്. കോഴിക്കൃഷി ആണെങ്കിൽ റിയറിംഗ്
പോൾട്രി ആണെങ്കിൽ പോൾട്രി ഫാമിംഗ് ആണ്. ലൈവ് സ്റ്റോക്ക് ഫാമിംഗ് ആണെങ്കിൽ കന്നുകാലി വളർത്തലിനാണ് നമ്മൾ ലൈവ് സ്റ്റോക്ക് ഫാമിംഗ് എന്നൊക്കെ പറയുക. അത് നിങ്ങൾക്ക് സിമ്പിളായിട്ട് ആലോചിക്കാം. മത്സ്യകൃഷി പിസി കൾച്ചർ. ഫിഷസിന്റെ റിയറിംഗ് ആണെന്നുണ്ടെങ്കിൽ പിസി കൾച്ചർ. അപ്പൊ പിസി കൾച്ചർ, എപ്പി കൾച്ചർ, അങ്ങനെ ഒരുപാട് കാർഷിക രംഗത്ത് ഇതേപോലെ ഒരുപാട് എണ്ണം ഉണ്ട്. അപ്പൊ നിങ്ങൾ ഇത് പഠിക്കണം. എക്സാമിന് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഒരു പോർഷനുമാണ്. അപ്പൊ മിസ് ട്രിക്ക് വെച്ച് പഠിപ്പിച്ചു തന്നില്ലേ? ഇനി സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് മീന് ക്യൂ നിൽക്കുന്നതും എന്താ അമ്പ ഹോ 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 എന്നൊക്കെ പറഞ്ഞ പോലെ എപ്പി ഹോ 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 എന്നൊക്കെ ആലോചിച്ച് വെച്ചൂടെ? അപ്പൊ അതൊക്കെ വെച്ചിട്ട് പഠിക്കുക. അടിപൊളിയായിട്ട് സെറ്റായിട്ട് തന്നെ പഠിക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ. അപ്പൊ ഇങ്ങനെ ട്രിക്കും ടിപ്സ് ഒക്കെ ഇനിയും കൂടുതലായിട്ട് കിട്ടാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? നിങ്ങൾക്ക് അടിപൊളിയായിട്ട് നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ടീച്ചേഴ്സൊക്കെ നിങ്ങൾക്ക് ക്ലാസ് കൂടുതലായിട്ട് അവരുടെ ക്ലാസ് കേൾക്കണം നിങ്ങൾ ആഗ്രഹിക്കുകയാണെന്നുണ്ടെങ്കിൽ, നല്ല അടിപൊളിയായിട്ടുള്ള ക്വസ്റ്റ്യൻസുകളൊക്കെ നിങ്ങൾക്ക് കിട്ടണം എന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ അതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ അവെഞ്ചേഴ്സ് ബാച്ച് ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ലൈവ് ക്ലാസ്, റെക്കോർഡ് ക്ലാസ് ഉണ്ടായിരിക്കും. അതുപോലെ അത് നിങ്ങൾക്ക് ബൈ ചാൻസ് ക്ലാസ് മിസ്സായാലും റെക്കോർഡഡ് ആയിട്ട് അതോടെ കിടപ്പുണ്ടാവും. സോ ഡോണ്ട് വറി. ആൻഡ് അതുപോലെ ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻ ആപ്പ് കമ്മ്യൂണിറ്റി പറഞ്ഞ പുതിയൊരു സാധനം നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ക്വസ്റ്റ്യൻസുകൾ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, അതുപോലെ മോഡൽ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ സെറ്റ് ആക്കുന്നുണ്ട്, റെഡി ആക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ വിളിക്കാനുള്ള നമ്പർ. ഇതിൽ നിങ്ങൾക്ക് വിളിച്ചിട്ട് അഡ്മിഷൻ ഇപ്പം തന്നെ ഉറപ്പിക്കാം. അപ്പോൾ എല്ലാ മക്കളും അടിപൊളിയായിട്ട് നമ്മുടെ അവെഞ്ചേഴ്സ് ബാച്ചിൽ ഉണ്ടാവണം. അപ്പോൾ ഇനി ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഡീറ്റെയിൽ ആയിട്ട് നെക്സ്റ്റ് വീഡിയോസിൽ ഡിസ്കസ് ചെയ്യാം. സോ നെക്സ്റ്റ് ലൈവിലോ വീഡിയോസിലോ കാണാം. അതുവരേക്കും ബൈ. സീ യു മക്കളെ. ബൈ.